ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് പ്രകാരമൊക്കെ ഇന്ത്യക്ക് കുറച്ചു കാലം മാത്രമേ ഏൽക്കുള്ളൂ. അത് ഇന്ത്യക്കും അറിയാം, US-നും അറിയാം. ഇതിനൊക്കിടയിൽ ലോകത്തെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ ഉടൻ മാറുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടാണ് US-നെ ഇനി നാണം കെടുത്താൻ പോകുന്നത്. ആഗോള ഓഡിറ്റിംഗ് പ്രമുഖരായ ഏണസ്റ്റ് & യങ്ങിൻ്റെ 2005 എക്കണോമി വാച്ച് റിപ്പോർട്ടിലാണ് ഇന്ത്യ 2038 ആകുമ്പോഴേക്കും ലോകത്തെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയെ മാറുമെന്ന് വ്യക്തമായൊരു സൂചന നൽകിയിരിക്കുന്നത്. 2038 $34.2 ട്രില്യൺ GDP ആയി ലോകത്തെ രണ്ടാമത്തെ വലിയ രാജ്യമായി ഇന്ത്യ മാറുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. ശക്തമായ സാമ്പത്തിക അടിത്തറ, തൊഴിലെടുക്കാൻ സന്നദ്ധരായ കഴിവുള്ള യുവജനങ്ങളുടെ ഉയർന്ന നിരക്ക്, പിന്നെ രാജ്യത്തെ സുസ്ഥിരമായ സാമ്പത്തിക നില, ഇവ ആഗോളതലത്തിലെ എന്തൊക്കെ അനിശ്ചിതത്വമുണ്ടായാലും ഇന്ത്യയെ ശക്തമായ പാതയിലേക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കുമെന്നും അതുതന്നെയാണ് വിലയിരുത്തൽ. ഇന്ത്യയിലെ നിലവിലെ സാമ്പത്തിക വളർച്ച തുടർന്ന് നിലനിർത്തുകയാണെങ്കിൽ 2038 ഇന്ത്യ ലോകത്തെ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയെ മാറും. ലോകത്തെ മറ്റ് വലിയ സമ്പദ് വ്യവസ്ഥയെ അപേക്ഷിച്ച് ഇന്ത്യക്ക് ചില കാര്യങ്ങളൊക്കെ അനുകൂലമാണ്. 2025 കണക്കിലനുസരിച്ച് ഇന്ത്യയിലെ ആളുകളുടെ ശരാശരി പ്രായം 28.8 വയസ്സാണ്. അതായത് 10 പതിറ്റാണ്ടുകളോളം ഇന്ത്യയിൽ തൊഴിലെടുക്കാൻ ശേഷിയുള്ള ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കും എന്നാണ് ഇതർത്ഥമാക്കുന്നത്. ഇതിനു പുറമെ മറ്റ് സമ്പദ് വ്യവസ്ഥയെ അപേക്ഷിച്ച് ഉയർന്ന സമ്പാദ്യ നിരക്കും ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ വ്യവസായ സംരംഭങ്ങൾക്കോ പദ്ധതികൾക്കോ കൂടുതൽ പണം ലഭ്യമാക്കാനുള്ള സാധ്യത, യുവാക്കൾ കൂടുതൽ വായ്പയടക്കം നിക്ഷേപം ഉപയോഗിക്കുന്നതടക്കമുള്ള സാധ്യതകളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. മറ്റ് ലോകരാജ്യങ്ങൾ ഈ ഒരു സാമ്പത്തിക അവസ്ഥയിൽ കടം വാങ്ങിക്കൂട്ടാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ സ്വന്തം കടം കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യയുടെ കടം GDP അനുപാതം 2024 81% നിന്ന് 2030 ആകുമ്പോഴേക്കും 75% കുത്തനെ കുറയുമെന്നാണ് പ്രതീക്ഷ. ഒരു രാജ്യത്തിൻ്റെ പൊതുകടവും ആഭ്യന്തര ഉൽപ്പാദനവും തമ്മിലുള്ള അനുപാതമാണ് ഈ കടം GDP അനുപാതം. ഇത് കുറഞ്ഞു നിൽക്കുന്നത് ഇന്ത്യക്ക് തെല്ലൊന്നുമില്ല ഗുണം ചെയ്യുന്നത്. പിന്നെ US, ചൈന, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ വലിയ സമ്പദ് വ്യവസ്ഥകൾക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ ഇന്ത്യക്ക് പിന്നെ അങ്ങോട്ട് നേരിടേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകില്ല. ചൈനയിൽ പ്രായമാകുന്നൊരു ജനസംഖ്യ കൂടി വരികയാണെന്നുകൂടി ഓർക്കണം. ജർമ്മനി, ജപ്പാൻ എന്നീ രാജ്യങ്ങളും ഈ പ്രായമാകുന്നവരുടെ നിരക്ക് പെട്ടെന്ന് കുത്തനെ ഉയരുന്നതിൻ്റെ പ്രതിസന്ധിയിലാണ്. US-ലോ ഭീമമായ കടമാണ് അവർ നേരിടുന്നത്. ഈ രാജ്യങ്ങളെല്ലാം ആഗോള വ്യാപാരത്തെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇതിലുണ്ടാകുന്ന ഏതൊരു പ്രതിസന്ധിയും നിമിഷ നേരം കൊണ്ട് ഇവരെ തകർത്ത് താഴെ ഇറക്കാം. ഇന്ത്യയുടെ സ്ഥിതി മറ്റൊരു ലെവലിലാണ്. യുവാക്കളുടെ എണ്ണം അത് കൃത്യമായൊരു അനുപാതത്തിലാണ്. ഉയർന്ന ആഭ്യന്തര ഉപഭോഗം, സാമ്പത്തികമായി മികച്ച അടിത്തറ, ഇവ ഇന്ത്യക്ക് മികച്ചൊരു ഭാവി നൽകുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിലയിരുത്തൽ. 2047 എന്ന ലക്ഷ്യം ഇന്ത്യക്ക് മുന്നിലുണ്ട്, കേന്ദ്ര സർക്കാരിന് മുന്നിലുണ്ട്. വികസിത രാജ്യമായി മാറുകയെന്ന ആ ലക്ഷ്യം. ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് വികസിത ഇന്ത്യയിലേക്കുള്ള മറ്റൊരു കുതിച്ചുചാട്ടമാണ് ഇപ്പോൾ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അങ്ങനെ വരുമ്പോൾ 2028 ജർമ്മനിയെ മറികടന്ന് ഇന്ത്യ ലോകത്തെ 3ാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയെ മാറും. US ഏർപ്പെടുത്തിയ സാമ്പത്തിക പ്രതിസന്ധി ഇതിന് മുന്നിൽ ഒന്നുമല്ലായിത്തീരും. US-ന്റെ താരിഫ് ഇന്ത്യയുടെ GDP-യിൽ 0.9% മാത്രമേ കുറവ് വരുത്തുകയുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തലുകൾ പറയുന്നത്. ഉയർന്ന യുവജനസംഖ്യ, വർദ്ധിച്ചു വരുന്ന ആഭ്യന്തര ഉപഭോഗം, സാമ്പത്തിക അച്ചടക്കം, വീണ്ടും പറയുന്നു ഘടനാപരമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ഈ 4 ഘടകങ്ങൾ ഇന്ത്യയെ ലോകത്തെ മികച്ച സമ്പദ് വ്യവസ്ഥയിൽ ഒന്നാക്കി മാറ്റും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച